അക്ബറുടെ ഭാര്യയെക്കുറിച്ച് അനുമോൾ എന്തോ പറഞ്ഞെന്നും പറഞ്ഞു. ആദില എന്തോ കൊളുത്തി വിട്ടിട്ടുണ്ട്. കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഈ അനുമോളും ആദിലയൊക്കെ ആയിട്ട് നല്ല കൂട്ടായിരുന്നു. ഇപ്പം അവർ തമ്മിൽ തെറ്റി. അനുമോൾ എങ്ങനെയെങ്കിലും തോക്കണം, അനുമോളെ തോൽപ്പിക്കണം. ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് അകത്തുള്ളവരും പുറത്തുള്ളവരും കൂടെ ഒരു കണ്ടസ്റ്റൻസിനെ തോൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഓരോ കള്ളക്കഥകൾ ചമയ്ക്കുകയാണ്. ഇപ്പം അക്ബർ ഭാര്യയെക്കുറിച്ച് അനുമോൾ എന്തോ പറഞ്ഞെന്നും പറഞ്ഞു. ഇവരാരും നല്ല പിള്ള, ഇവരാരും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. നന്മ മരങ്ങൾ ഇവരൊക്കെ പറഞ്ഞ ഓരോ ക്ലിപ്പുകൾ ഇപ്പം യൂട്യൂബിലും ഫേസ്ബുക്കിലും കിടന്ന് ഓടുന്നുണ്ട്. RJ ബിൻസി വരെ ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞത്. ഇപ്പം വന്നവരും പോന്നവരും എല്ലാം ഒന്നായി. അനുമോൾ മാത്രം കുറ്റക്കാരൻ. ഇപ്പം അക്ബറുടെ ഭാര്യയെക്കുറിച്ച് അനുമോൾ എന്തോ പറഞ്ഞത് അക്ബറോട് പറഞ്ഞിട്ടുണ്ട്. അക്ബറെ ചോദിക്കുമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അത് ഇപ്പം ആദിലയാണ് ഇത് പൊട്ടിക്കുന്നത്. ആദില ഇന്ന് രാവിലെ തൊട്ട് കള്ളക്കരച്ചിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണമല്ലോ. ആദിലക്കറിയാം ഇവിടെ നിന്ന് കട്ട നെഗറ്റീവ് എങ്ങനെയെങ്കിലും പുറത്താക്കുന്നത്. അതുകൊണ്ട് ഇപ്പം കള്ളക്കരച്ചിൽ കാണിക്കുന്നത്, ഭയങ്കര കരച്ചിൽ അഭിനയിക്കുന്നത്. വേറും കട്ടപ്പ, ഷാഹിത്തെ കഴിഞ്ഞ് വലിയ കട്ടപ്പയാണ് ആദില. എന്നിട്ട് ആദില തന്നെ ഇന്ന് അക്ബറെ എരിവ് കയറ്റുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അവള് ഒരിക്കലും ഒരു കാരണവശാലും അവള് ജയിക്കരുത്. വേറെ ആരെങ്കിലും ജയിച്ചോട്ടെ, നമ്മൾ ജയിക്കാൻ സമ്മതിക്കല്ല. കൊടുക്കാനുള്ളതെല്ലാം നമ്മൾ തലേ ദിവസം കൊടുത്തിട്ടേ ഉള്ളൂ ഫൈനലിൽ കയറുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവളുമാരത്ര നല്ലവളാണ്. ഇവളുമാരെ എല്ലാവരും ഓരോ കാര്യങ്ങൾ. ഇപ്പം ഷാനവാസിന് എരിവ് കയറ്റി കൊടുത്തതിൻ്റെ ക്ലിപ്പുകൾ വീഡിയോസ് ഒരുപാടുണ്ട്. അത് ആദിലെ ശൈത്യം കൂടെ കൂടിയാണ്. എന്നിട്ട് കുറ്റം വന്നപ്പോൾ അനുമോളാണ് ഷാനവാസിനെ ഇളക്കി വിട്ടത്. അനുമോൾക്ക് ഇതുപോലെ കള്ളത്തരം പറയാൻ അറിയത്തില്ല. അത് അനുമോളുടെ ഒരു ഇതാണ്. ഇവളുമാരാണ് ഏറ്റവും കൂടുതൽ കള്ളത്തരം കാണിക്കുന്നത്. എന്നിട്ട് നല്ലവള്ള ചമഞ്ഞ് മറ്റുള്ളവരുടെ കല്ലക്കരച്ചിലുമായിട്ട് നടക്കുവാണ് ഈ ആദില. ഇന്ന് പറയുന്നുണ്ട് ബിഗ് ബോസിൽ ഇനി നമ്മൾ 2-3 ദിവസമേ ഉള്ളൂ. ഈ 2-3 ദിവസത്തിനുള്ളിൽ ഈ അനുമോൾ ഒരിക്കലും ജയിക്കരുത്. അവള് ജയിക്കാൻ പാടില്ല. അതിന് അക്ബർക്ക് നിങ്ങൾ എന്ത് വേണം ചെയ്തോ, ഞാൻ കൂടെ ഉണ്ട്. എന്തായാലും പറയാനുള്ളതും കൊടുക്കാനുള്ളതും കൊടുത്തിട്ടേ ഉള്ളൂ ഇവിടുന്ന് ഫൈനലിൽ കയറുകയുള്ളൂ. അപ്പോൾ അഹങ്കാരമല്ലേ? അക്ബറെ മൂപ്പിച്ചു വിടുവാണ്. അക്ബറൊക്കെ പെട്ടെന്ന് ഇതാവും. ഇത് പുറത്തുനിന്ന് പോയ ആളുകളുണ്ട്, കുറേ PR ഇപ്പോൾ അകത്തുനിന്ന് അപ്പാനിയെ പോലുള്ളവരെ കയറ്റിവിട്ടിട്ടുണ്ട്. അനുമോൾ തോൽക്കണമെന്ന് ആഗ്രഹിച്ച് കയറിയവർ അനുമോൾക്കെതിരെ ഓരോന്ന് ഈ ആദ്യം പിടിച്ചത് ഈ ആദില നൂറയാണ്. അതിൽ ആദില വീണ്. നൂറ പിന്നെ പറയുന്നുണ്ട് മോളെ അത് വിട് എന്നൊക്കെ പറയുന്നുണ്ട്. ആദില ഇവിടെ കേൾക്കാൻ. പിന്നെ അക്ബർ, ഇവരെ 2 പേരെ, പിന്നെ നെവിനെ പിടിച്ചിട്ടുണ്ട്. ഈ 3 പേരെയാണ് ഇത് ചെയ്തത്. പിന്നെ ഷാനവാസും അനീഷും ഇവരുടെ ഇടയിൽ പെട്ടിട്ടില്ല. അവർ ഒഴിഞ്ഞു മാറിക്കൊണ്ട് അവരോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു മനുഷ്യ സ്ത്രീയാണ്, ഒരു സ്ത്രീയാണ്. അവരെ ഈ കണ്ടിന്യൂ ആയിട്ട് സൈബർ അറ്റാക്കും മറ്റുള്ളവരും അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഇത് കാണുന്നവരാണ്. എനിക്കാരും PR ഒന്നുമില്ല. ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ PR ആണോ? നിങ്ങൾ PR-ന്റെ അർത്ഥം അത് മനസ്സിലാക്കുക. ചില ആളുകളുണ്ട് ഓരോ ഫേക്ക് ID വന്നിട്ട്, സ്വന്തമായ ID ഇല്ല, ഫേക്ക് ID വന്നിട്ടാണ് ചോദിക്കുന്നത് PR ആണോ. നിങ്ങൾ സ്വന്തം ID വാ. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.